ഹലോ ഗായ്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സൺസെറ്റ് മോട്ടൽ എന്ന് പറഞ്ഞിട്ടൊരു ഗെയിമായിട്ടാണ്. ഈ ഒരു ഗെയിമിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൽ നമ്മളൊരു മോട്ടലിൻ്റെ ഓണറാണ്. ഇപ്പോൾ റൂമൊക്കെ ക്ലീൻ ചെയ്യുക, കസ്റ്റമേഴ്സിന് ഫെസിലിറ്റീസൊക്കെ ഒരുക്കുക, അവരുടെ നിന്ന് ക്യാഷ് ചെയ്യുക, ഇതൊക്കെയാണ് ഈ ഒരു ഗെയിമിൻ്റെ പ്രധാന കണ്ടൻറ്റ്. ഇപ്പോൾ ഇതിലും കൂടുതലൊന്നും പറയാനുള്ള, നമുക്ക് നേരെ ഗെയിമിലേക്ക് കിടക്കാം. നമ്മൾ മോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുമെന്ന് തോന്നുന്നു. സൺസെറ്റ് മോട്ടൽ. അതെ. Hello and welcome to the Sunset Motel. It's been a long time since we've had guests. ആക്ച്വലി ഇപ്പോൾ കട്ട് ചെയ്തപ്പോൾ നമ്മുടെ ഇവിടുത്തെ ക്ലീനർ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ പുള്ളി പറഞ്ഞു വെച്ചാൽ ഇവിടെ ഗസ്റ്റുകളൊക്കെ വന്നിട്ട് കുറേ നാൾ മേ ബി ഒരു ഹോട്ടൽ മൊത്തം നാശമായിട്ട് കിടക്കുമായിരിക്കും. അപ്പോൾ നമ്മളിത് എൻ്റെ വാങ്ങിച്ചേക്കുവാണ്. നമുക്ക് മൊത്തം ക്ലീൻ ആക്കണം. അതിൽ The electrical panel is the heart of the motel. തുറക്കം തന്നെ സെവനാട്ടോ. To turn on the motel's electricity. ഇലക്ട്രിക്കൽ പാനൽ. Let's get to work. First, let's open the room by breaking the boards on the door. ഇനി ഉണക്കം വേണ്ടി. ഇതിലെല്ലാം ഉണ്ട് കേട്ടോ. When cleaning the room, carefully remove corners, wallpaper and furniture. A clean room increases guests. അൺലോക്ക് ആക്കാനും കുറെ സാധനങ്ങളുണ്ട് കേട്ടോ. ഇതായിരിക്കും നമ്മുടെ മെയിൻ ഹാള്. വേറൊരു കാര്യം പറയാൻ പറഞ്ഞു, ഇത് നമ്മള് കാറാട്ടോ. നോക്കിട്ട് കാറും ഉണ്ട് ഇതിൻ്റെ അകത്ത്. കയറാൻ പറ്റും. അതെ, കൊള്ളാട്ടോ, കാറുള്ള. അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ നമ്മുടെ ഹോട്ടലിന്. ഹോട്ടലിൽ പോയിട്ട് മോട്ടൽ ഇല്ല. നമുക്ക് മെയിൻ മിഷനിലേക്ക് നമുക്ക് വരാം. ഇത് നമുക്ക് പൊട്ടിക്കണം. ഇതിന്റെ പുറത്തുള്ള സാധനമൊക്കെ ചുറ്റി വെച്ചിട്ടില്ല. Now let's throw this garbage in the trash can outside and finish cleaning our room. ഇത് മൊത്തം അലങ്കോലായിട്ട് കിടക്കോട്ടോ. വാക്യൂം ക്ലീനർ നമ്മുടെ കയ്യിലെല്ലാം ഉണ്ട് കേട്ടോ. നമുക്കിതെടുത്ത് മാറ്റണം. ഞാൻ പുറത്തൊരു ബാസ്ക്കറ്റ് ഉണ്ടായിരുന്നു, ഇതിൻ്റെ അകത്ത് ഇടാനായിരിക്കും. ഒരെണ്ണം എടുക്കാൻ പറ്റുന്നു. Garbage order. Making the room ready for customers. Let's start by breaking the parquet with the hammer in your hand, and you need to complete the rest of the to-do list. ഇനി നോക്കാം. നിലത്ത് കിടക്കണ ആ ഒരു പല പോലത്തെ സാധനം പാർക്ക് എന്നാണ് പറയുന്നത്. അത് നമുക്ക് പൊട്ടിക്കണം. നമ്മൾ ആ നിരത്ത് കിടക്കണ ആ ഒരു തടിപ്പിടിക ഉണ്ടല്ലോ, അതെല്ലാം അടിച്ചു പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കുള്ള അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഓൾഡ് ഫർണിച്ചറാണ്. ഈ കിടക്കുന്ന സാധനം അതൊന്ന് പൊട്ടിക്കണം. ഇത് നമുക്കിനി വേണ്ട. ബാക്കിയെല്ലാം അടിച്ചു പിടിച്ചു. ഇനിയുള്ള അടുത്ത ടാസ്ക് ടിയർ വാൾപേപ്പർ. അതായത് ഈ കിടക്കുന്ന സാധനം ഉണ്ടല്ലോ. നമ്മൾ ആ ചുവരിൽ കിടക്കുന്ന ആ വാൾപേപ്പർ മൊത്തം കളഞ്ഞു കേട്ടോ. ഇനി നമുക്കുള്ള അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞു ഡോർ ആൻഡ് വിൻഡോ റിപ്പയർ. ഇതെല്ലാം പൊട്ടി കിടക്കേണ്ടത് നമുക്ക് റിപ്പയർ ചെയ്യണം.
you can choose a paint for the wall that you feel comfortable with. നമ്മുടെ ചുമരിന് പെയിന്റ് അടിക്കണം. പെയിന്റ് ഏത് പെയിന്റ് അടിക്കണം? മഞ്ഞ അടിച്ചാൽ വേണ്ട, വെള്ള തന്നെ മതി. ഈ വൈൻസ് ഉണ്ട്, ഇത് കൊള്ളാം. പിന്നെ ഇങ്ങനെ വന്നു ബഗ്ഗല്ലായിരിക്കൂലേ? ഇത് ചെറിയൊരു മഞ്ഞപ്പൂ വൈകുന്നേരമായിട്ടോ. ആയി മൊത്തം തേക്കാൻ കാണുമോ? നമ്മളെ റൂം മൊത്തം പെയിന്റ് അടിച്ചിട്ടുണ്ട്, എല്ലായിടത്തും പെയിന്റ് അടിച്ചു. ഇനി നമുക്കുള്ള അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ പ്ലേസ് പാർക്കറ്റ്, അതായത് ആ നിലത്തിറന്ന ആ പലയുണ്ടല്ലോ. നമുക്കിവിടെ പാർക്കറ്റ് സെലക്ട് ചെയ്യാം കേട്ടോ. ഇല്ല, നമുക്ക് ബാത്റൂമിൽ ഈ ഒരു പാർക്കറ്റ് ഇടാം. ഇങ്ങനെയുള്ള അടുത്ത പരിപാടി നമുക്ക് ഫർണിച്ചർ ഇടണം. നമുക്ക് ബെഡ് ഇടാം, സോഫ ഇടാം, ബാത്ത്, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് അവർ വന്നിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ചിലത് ബെഡ് ഓർണർ ഇടാം, സോഫ ഓർണർ ഇടണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഈ സോഫ മതി, ഇവിടെ കിടക്കട്ടെ. ഇനി നമുക്കൊരു ബെഡ് ഇടണം. പിന്നെ ഇവിടെ നമ്മൾ ബെഡ് ഇട്ടു ഗൈസ്. നമുക്ക് ഇവിടുത്തെ ബാത്റൂമിലെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. ബാത്റൂം സെക്ഷൻ, ഇവിടെ വാഷ് ബേസ് സെറ്റ് ചെയ്യാം മതി. ടോയ്ലറ്റ് ഇവിടെ സെറ്റ് ചെയ്യാം മതി. ബാത്ത് ടബ്, നേരെ കയറി വരുമ്പോ ഇത് കാണുന്നു സീനില്ല. എന്തോ മതി, ലൈറ്റ് സെറ്റ് ചെയ്തിട്ട് ഇവിടെ ഈ ഒരു ബൾബ് സെറ്റ്, ബൾബ് സെറ്റ്, ഒരു വാർക്ക് ഇതേമാതിരി ഇതേ കിടക്കണത് ഇവിടെ ഫിറ്റ് ചെയ്യാം. സെറ്റ്. ഓ, അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് ആട്ടോ. കൊള്ളാം. ഇനി നമുക്കൊരു പ്ലാന്റും കൂടെ വയ്ക്കാണ്ട്.
വേറൊരു പ്ലാന്റ് അത് ഇവിടെ ഇരിക്കും. You've done a great സെറ്റ് job. നമ്മുടെ You'll റൂം have to സെറ്റ് open ആയിട്ടുണ്ട്. room 202. ഇങ്ങനെ നമ്മുടെ ആദ്യത്തെ റൂം 201 സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഗസ്റ്റുകൾ വരാറായിട്ടില്ല. മറ്റേ അവിടെ ഒരു റൂം കൂടെ ഉണ്ട്, റൂം 202. അപ്പോൾ അതും കൂടെ നമുക്ക് സെറ്റാക്കാനുണ്ട്. ഇതിൻ്റെ എന്നാവുമെന്ന് നമുക്കറിയാം. ഇപ്പോൾ കാട്ടിയ പോലെ തന്നെ ഇതേപോലെ തന്നെ ഇതും ക്ലീൻ ആക്കണം. അപ്പോൾ ഞാൻ അപ്പോൾ അവിടെ ചെയ്ത അതേ പരിപാടി തന്നെ ഇവിടെ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഒന്നോരം കാട്ടണം എന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് കാട്ടാം. അപ്പോൾ ഗൈസ് ഏതൊരു കള്ളൻ നമ്മുടെ റൂമിലെത്തിയിട്ടുണ്ട്. പുള്ളി പൈസയൊക്കെ മോഷ്ടിക്കാൻ വന്നിട്ടുണ്ട്. ഇനി അവനെ പിടിക്കാൻ പോകണം. We've been robbed. Get in the car and chase the thief. Save our money. അവനെ പോയി പിടിക്കണം ഗൈസ്. നമ്മുടെ കയ്യിൽ ആപ്പാടെ $970 എല്ലാം വാങ്ങിച്ചു. ഇതേ പോണ് ഗൈസ്, അവൻ തട്ടിയിരുന്നു. This guy can't steal our money from us. I have a surprise for you for catching the thief. I left Hey a guys, letter in നമ്മുടെ the warehouse. $165. ഇനി അതിൽ തിരിച്ച് നമ്മുടെ ഹോട്ടലിലേക്ക് പോവാം. സോറി, മോട്ടലിലേക്ക് പോവാം. തന്നെ പോണം. കൊള്ളാലോ. ഇങ്ങനെ പോയാൽ മെയിൻ റോഡിലേക്ക് എത്തും. സീനില്ല. ഇങ്ങനെ റൂമൊക്കെ സെറ്റായി. ഗോ ടു വെയർ ഹൗസ് ആൻഡ് ഫൈൻഡ് എ ലെറ്റർ. വെയർ ഹൗസ് ലെറ്റർ അതേ കിടക്കണല്ലോ. ഈ ഹൗസ് ഇതിൽ പറഞ്ഞതെന്നു വെച്ചാൽ ഇതിൻ്റെ അടുത്തൊരു ഹട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഹട്ടിൻ്റെ അകത്തുള്ള ഒരു സേഫിൻ്റെ അകത്ത് കുറച്ച് പൈസ ഉണ്ട്. അപ്പോൾ അതിനുള്ള ഇതിൽ എന്നുള്ള ആ ഒരു പാസ്വേഡ് അടിച്ചാൽ നമുക്ക് ആ പൈസ എടുക്കാം. ഇതിൽ നമുക്ക് ആ പൈസ എടുക്കാൻ പോവാം. ഇതാണ് നമ്മുടെ ആ ഹട്ട്. ഇത്രയായിരുന്നു പാസ്വേഡ്. 2 34 12 To avoid being Set robbed it. again, buy a camera from the upgrade menu on the tablet. This can protect us from thieves. $1705 ആയോ? ഞാൻ വിളിച്ച് കുറെ കാണും. അപ്പുറം കിട്ടിയില്ല. ഇപ്പൊ മാർക്കറ്റിൽ നിന്ന് നമുക്ക് ഫുഡ് വാങ്ങി. എന്ത് വാങ്ങിക്കും? കോഫി $5 മാർക്കറ്റ് ഹാംബർഗ് എക്സ്ട്രാ.
അപ്പോൾ അത് സെറ്റായി. ഗോ ടു ക്യാഷ് രജിസ്റ്റർ ആൻഡ് പേ ഫോർ ദ ഫുഡ് ഫോർ യു ബോട്ട്. നമുക്ക് പൈസ കൊടുക്കണം. അപ്പോൾ 5 $25 വാങ്ങിച്ചു. നമുക്ക് ക്യാരി ചെയ്തിട്ട് കസ്റ്റമേഴ്സിന് കൊണ്ട് കൊടുക്കണം. ഇത് ആക്ച്വലി കുറച്ചൊക്കെ ഒരു നമ്മുടെ റാഞ്ച് സിമുലേറ്റർ ഒക്കെ പോലെ ഉണ്ട് കേട്ടോ ഈ ഗെയിം. പിന്നെ ഈ ഗെയിമിൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ തന്നെ കൊണ്ട് തന്നെ കുറച്ച് എളുപ്പമാണ് ഗെയിം കളിക്കാൻ. ഇതല്ലായിരുന്നു ലൈറ്റിൻ്റെ ഒക്കെ ഒരു കുറവുണ്ട് കേട്ടോ നമ്മുടെ ഹോട്ടലിൽ. എന്തി സെറ്റ്. അപ്പം നമ്മുടെ മോട്ടൽ ഒഫീഷ്യലി നമുക്കൊന്ന് തുറക്കണം കസ്റ്റമേഴ്സിനായിട്ട്. ഇപ്പോൾ വെൽക്കം ദ ഇതിൽ നമുക്ക് ഇനി റൂം 203 ക്ലീൻ ആക്കാനുള്ള നമുക്ക് ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്, അൺലോക്ക് ആയിട്ടുണ്ട്. ഇനി അത് നമുക്ക് ക്ലീൻ ആക്കണം. ഇങ്ങനെ ഗൈസ് നമ്മുടെ ആദ്യത്തെ കസ്റ്റമർ ഇതേ വന്നിട്ടുണ്ട്. ഹലോ, കസ്റ്റമർ. യെസ്, ഇവിടെ ഉണ്ട്. റൂം 201 ഓർക്കണം. 201 കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് അത് ആദ്യത്തെ കസ്റ്റമർ. That it is our duty to take our customers' luggage to their rooms. ഇതാണ് കേട്ടോ ഇവിടെ ഇവിടെ. ഓ പുള്ളിയാറ്റിയുടെ അടുത്ത കസ്റ്റമർ വന്നു ഗൈസ്. നമുക്ക് ആപ്പാടെ 2 റൂമുള്ളൂ ആദ്യം. Do you have a room I can stay in this afternoon? Yes. റൂം 202 മാത്രമേ ഉള്ളൂ. ഗൈസ് നമ്മളപ്പോൾ ഹാംബർഗർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സെറ്റ്. ഈ ഒരു ഹാംബർഗർ എടുത്തിട്ട് പുള്ളി കരുതി കൊണ്ട് കൊടുക്കണം പ്ലേറ്റിലേക്ക്. Thank you, sir. That's very kind. സെറ്റ്. മറ്റു പ്ലേറ്റിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സാൻഡ്വിച്ച് വേണം. നമുക്ക് സാൻഡ്വിച്ചും ഉണ്ടാക്കണം. റൂം 202 ആൾക്ക് കൊടുക്കും. Thank you, sir. That's very kind. ഇപ്പോൾ ഗൈസ് നമ്മുടെ മോട്ടലിന് അത്യാവശ്യം പ്രോഗ്രസ് കഴിഞ്ഞ് ഞാൻ കരുതുന്നു. കാര്യം കുറേ റൂമുകളോടെ ഉണ്ട് ഇനി ക്ലീൻ ചെയ്യാനായിട്ട്. ആ പടം നമ്മൾ 2 റൂമേ ക്ലീൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കി റൂമുകളൊക്കെ സെറ്റ് ചെയ്താൽ കുറേ കസ്റ്റമേഴ്സ് വരും, നമുക്ക് കുറച്ചുകൂടെ പൈസ കിട്ടും. അപ്പോൾ പറ്റുവാണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ അതൊക്കെ ചെയ്യാം. പിന്നെ ഇഷ്ടപ്പെട്ട മാത്രം നിങ്ങളൊന്ന് പറ്റുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ നോക്കുക. എനിക്കറിയാം വീഡിയോയിൽ കുറേ പ്രശ്നങ്ങളുണ്ട്, എസ്പെഷ്യലി മറ്റേ സൗണ്ടിൻ്റെ കാര്യത്തിൽ. ഞാനിപ്പോൾ ഒരു സെപ്പറേറ്റ് മൊബൈലിലാണ് ഞാൻ റെക്കോർഡ് ചെയ്തതാണ്, അതുകൊണ്ട് തന്നെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ പരിഹരിക്കാൻ പരമാവധി നോക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.